ദൈവവചനം കേട്ടുകൊണ്ടിരിക്കും തോറും നമ്മുടെ സൗഖ്യങ്ങൾ വർദ്ധിക്കും, നമ്മുടെ സമാധാനം വർദ്ധിക്കും. നെഹമ്യാവിൻ്റെ പുസ്തകം, എസ്രായുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ അവിടെയെല്ലാം അവർ ദൈവവചനം കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി. ദൈവവചനം കേട്ടപ്പോൾ അവർ ഒരുമിച്ച് കരഞ്ഞെന്ന്. ദൈവവചനം കേട്ടപ്പോൾ വസ്ത്രം കീറിയ രാജാവിനെ കുറിച്ച് വായിക്കുന്നു. ദൈവവചനം കേൾക്കുമ്പോൾ നാം പ്രതികരിക്കണം. ദൈവവചനം കേട്ട് പ്രതികരിച്ചവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. ദൈവവചനം വെറുതെ കേട്ടതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ലക്ഷങ്ങൾ ദൈവവചനം കേൾക്കുന്നുണ്ട്, എന്നാൽ ദൈവവചനത്തോട് പ്രതികരിക്കണം, എന്തെങ്കിലും ചെയ്യണം. ഒന്നുകിൽ ആ ശൗലിനെ പോലെ ദൈവവചനത്തോട് എതിർക്കണം. ദമസ്കോസിന്റെ പടിവാതിക്കലിട്ടെങ്കിലും പിടിക്കും. പിന്നീട് ദൈവവചനം പ്രസംഗിക്കുന്നവനാക്കി മാറ്റും. വെറുതെ കേൾക്കുന്നത് അതൊരു പിശാചിന്റെ ചതിയാണ്. ദൈവവചനത്തോട് നിങ്ങൾ പ്രതികരിക്കണം. പൗലോസ് പ്രസംഗിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തിയിൽ സൗഖ്യമാകാനുള്ള വിശ്വാസം ഒരുവനിൽ ഉണ്ടായെന്ന് അവനതിൽ പ്രതികരിച്ചു. എങ്ങനെ പൗലോസ് മനസ്സിലായി? അവൻ്റെ ആ അനക്കവും അവൻ്റെ ആ വിശ്വാസത്തിൻ്റെ മൂവ്, ആ ചലനം കാണുമ്പോഴറിയാം. എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കാന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു. ദൈവവചനത്തോട്, ദൈവശബ്ദത്തോട്, പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രതികരിക്കണം. പലരും ആരാധനയ്ക്ക് വരുന്നു എന്ന് പറഞ്ഞ് ആരാധനയ്ക്ക് വരും, കൈയും കെട്ടി മീറ്റിംഗ് തുടങ്ങി തീരും വരെ ഒന്നുകിൽ അവിടെ ഇരിക്കും, അല്ലെങ്കിൽ എഴുന്നേറ്റാൽ അവിടെ നിൽക്കും. ഒന്ന് കൈ ഉയർത്തി സ്തുതിക്കുകയോ ഒന്ന് ശരീരം അനക്കി ഒന്ന് കൈയടിക്കുകയോ ഒന്നും ചെയ്യില്ല, വെറുതെ നിൽക്കും. ഒന്നുകിൽ ഇത് മന്ദബുദ്ധികളാക്കുന്ന ഒരാത്മാവിനാൽ പിടിക്കപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു അഹങ്കാരത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇതൊരു അനുസരണക്കേടാണ്. അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്നു എന്നാണ് പൗലോസ് അതിനെ കുറിച്ച് പറഞ്ഞത്. ദൈവത്തെ ആരാധിക്കണം, കൈയടിച്ചും നൃത്തം ചെയ്തും സന്തോഷിക്കണം, ദൈവത്തിൽ സന്തോഷിക്കണം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിനെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾ സന്തോഷിപ്പിനെന്നല്ല, കർത്താവിൽ സന്തോഷിക്കണം. ദൈവസന്നിധി വരണം, പാടണം, വചനം കേൾക്കണം, ദൈവത്തിന് വേണ്ടി കൂട്ടായ്മ പുലർത്തണം, തമ്മിൽ വിശ്വാസം വിളിച്ചു പറയണം, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിക്കണം. ഇതെല്ലാം വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇതാണ് കർത്താവിൽ സന്തോഷിക്കുക. കർത്താവിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ വന്നിരുന്ന് ചിരിക്കുന്നതല്ല. ഒരു പണിയില്ലാതെ വെറുതെ വന്നിരുന്ന് ചിരിച്ചാലോ അതും ബോധമില്ലെന്നേ പറയുള്ളൂ. ഒരു ആക്ഷൻ വേണം, വിശ്വാസത്തിനൊരു ആക്ഷൻ വേണം, ഒരു പ്രതികരണം വേണം. ഒന്നുകിൽ പരീശന്മാരെ പോലെ കല്ലെങ്കിലെടുത്തെറി, അങ്ങനെയുള്ളവരെ കർത്താവ് വേഗം പിടിച്ചോളും. അല്ലെങ്കിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ അങ്ങോട്ട് വീഴ്. ഏതെങ്കിലും ഒരു പ്രതികരണം ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് വളരാൻ കഴിയും? കർത്താവിൽ വളരണ്ടേ? ദൈവവചനത്തോട് പ്രതികരിക്കണം. അതിനുള്ള കൃപ ദൈവം തരും. ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയുവാൻ. കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയുവാൻ. കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. എന്നും എൻ്റെ കൂടെ വേണമപ്പാ.
എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. എന്നും എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻ സാന്നിധ്യത്തിൽ മറയുവാൻ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻ സാന്നിധ്യത്തിൽ മറയുവാൻ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. എന്നും എൻ്റെ കൂടെ, എന്നും എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. 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 വാഞ്ചിക്കുന്നേ, ദാഹിക്കുന്നേ, എന്നാശയേറുന്നേ. വാഞ്ചിക്കുന്നേ, ദാഹിക്കുന്നേ, എന്നാശയേറുന്നേ. വാഞ്ചിക്കുന്നേ, ദാഹിക്കുന്നേ, എന്നാശയേറുന്നേ. വാഞ്ചിക്കുന്നേ, ദാഹിക്കുന്നേ, എന്നാശയേറുന്നേ. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം ഒറ്റയടിക്ക് നമ്മൾ ഒന്ന് ചിന്തിച്ചു. പറവിയിലെ കുരുടനായ ഒരു മനുഷ്യൻ്റെ കണ്ണു തുറന്നോടെ അവൻ്റെ പ്രതികൂലം ആരംഭിച്ചു. ഉടനെ അവൻ്റെ അകങ്കണ്ണും തുറക്കാനിടയായി. അവൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായി. യേശു പോകുന്നിടത്തെല്ലാം ഇത് സംഭവിക്കുകയാണ്. ഇപ്പോൾ യേശു യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലൂടെ കടക്കുന്നവനും ആടുകളുടെ ഇടയനാകുന്നു. അപ്പോൾ വാതിലൂടെ കടക്കുന്നവനും വേറെ വഴിയായി കടക്കുന്നവൻ. അതിനെക്കുറിച്ച് ജോയ്സ് മേയർ പറഞ്ഞത്, കള്ളൻ വരുന്ന വേറെ വഴിയാണ്, ചിന്തകൾ. ഹൃദയത്തിലൂടെ കടക്കുന്നത് കർത്താവ്. യേശു വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ഹൃദയം തുറന്നാൽ അവൻ യേശുവിനോട് കൂടെ കൂട്ടായ്മ ആചരിക്കും.
അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ പ്രധാന ബന്ധമാണത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനേക്കാൾ അത്താഴം കഴിക്കുന്നത്. അത്താഴം കഴിക്കുക അത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അതൊരുമിച്ചുള്ള ബന്ധമാണ്, സംസാരമാണ്. നല്ല നല്ല കുടുംബ ബന്ധങ്ങളുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ആ സംസ്കാരം ഉണ്ടല്ലോ, ലോകം മുഴുവനും ഉണ്ട്. അപ്പോൾ ശരിയായ വാതിലിലൂടെ ഹൃദയത്തിലേക്ക് വരുന്നവൻ അത് യേശു. എന്നാൽ വേറെ വഴിയായി വരുന്നവൻ കള്ളനാണ്. ചിന്തകളിലൂടെ വേറെ വഴി, ഹൃദയത്തിലേക്ക് വരാതെ വേറെ വഴിയായി ചിന്തകളിലൂടെ, പാപചിന്തകൾ, അഴുക്ക് ചിന്തകൾ, മരണചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഏത് വിശ്വാസത്തെ സംശയിപ്പിക്കുന്ന സംശയ ചിന്തകൾ, ജഡീക ചിന്തകൾ, വേറെ വഴിയായി വരുന്നവൻ, എപ്പോഴും നിന്നെ തന്നെ തരം താഴ്ത്തി ചിന്തിപ്പിക്കുന്നവൻ. എന്നാൽ ഇവിടെ നിന്നുള്ള ചിന്തകൾ എപ്പോഴും, ഹൃദയത്തിൽ നിന്നുള്ള ചിന്തകളെല്ലാം വിശ്വാസമാണ്. എൻ്റെ ദൈവം എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. വേറൊരു ചിന്തയുണ്ട്, ഒന്നും നടക്കാൻ പോകുന്നില്ല, ചുമ്മാതാ, ഇത്രയും നാളായി ഒന്നും നടന്നില്ല, കഴിഞ്ഞ 8 മാസം ഒന്നും നടന്നില്ല, ഈ മാസം എന്ത് നടക്കാൻ? നമ്മൾ പാർക്കുന്ന നാടിൻ്റെ കുഴപ്പമാണ്, മന്ത്രിയുടെ കുഴപ്പമാണ്, രാജ്യത്തിൻ്റെ കുഴപ്പമാണ്, പുതിയ ഗവൺമെൻറ്റാണ് വരേണ്ടത്. ഇതെല്ലാം ഈ വഴി, വേറെ വഴിയായി കയറുന്ന ഒരു സാധനം. എന്നാൽ നേരെ യേശു ഈ വഴിയാണ്. ഹൃദയത്തിലേക്ക് വന്നു, വാതിക്കൽ മുട്ടി, നമ്മൾ വാതിൽ തുറന്നു. യേശു ഇന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ രാജാവാണ്. യേശുവിന് കുറേ കാര്യം നമ്മളോട് പറയാനുണ്ട്. ഹൃദയത്തിൻ്റെ ശബ്ദം നാം തിരിച്ചറിയണം. അതെല്ലാം വിശ്വാസമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. വേറെ വഴിയായി വന്നവൻ ചെയ്യുന്ന പരിപാടി ഹൃദയം കലക്കി കളയുക. എന്തു തിന്നും, എന്തുടുക്കും, പ്രായം എത്രയായില്ലേ, ഇനി എങ്ങനെ മുന്നോട്ട് പോകും, പിള്ളേരെല്ലാം പലയിടത്തല്ലേ, കാശുണ്ടായിട്ട് എന്ത് ചെയ്യാനാണ്, 2 അൽസേഷൻ പട്ടിയല്ലേ വീട്ടിലുള്ളൂ, ഒരു മോൻ അമേരിക്കയിൽ, അവന് ലീവ് പോലുമില്ല, പിള്ളേരെല്ലാം അവിടെ പഠിക്കുന്നു, അടുത്ത മോൻ കാനഡയിൽ, ഇവർക്കൊന്നും വരാൻ പറ്റില്ല, ഒരു മോളാണെങ്കിൽ ഓസ്ട്രേലിയയിൽ. ഞാനിനി എങ്ങനെ ജീവിക്കും? കാശുള്ളവൻ്റെ ദുഃഖം അത്, മക്കളുള്ളവൻ്റെ ദുഃഖം അത്, മക്കളെ ഒന്നും പഠിപ്പിക്കാതെ നാട്ടിൽ തന്നെ നിർത്തിയവൻ്റെ ദുഃഖം. പിള്ളേർക്കൊരു ഭാവി ആയില്ലല്ലോ, അമേരിക്കയിലും കാനഡയിലും പോയാലല്ലേ ഭാവിയുള്ളൂ, നാട്ടിലെങ്ങനെ ഭാവി ഉണ്ടാകും? ഈ വക ചിന്തകൾ, അവൻ്റെ ദുഃഖം വലുത്. എന്നാൽ ഹൃദയത്തിൽ അറിയാം, കർത്താവ് എനിക്ക് തുണ, എൻ്റെ ആരംഭത്തേക്കാൾ എൻ്റെ അവസാനം നല്ലതാണ്. അപ്പം അങ്ങനെയുള്ള വാക്യങ്ങളാണ് ഈ വ്യക്തിയെ അടയാളപ്പെടുത്തുള്ളൂ. യോബ് കാലസമ്പൂർണനായി മരിച്ചു, ദാവീദ് കാലസമ്പൂർണനായി മരിച്ചു, യാക്കോബ് എല്ലാ മക്കളെയും കണ്ട് അനുഗ്രഹിച്ച ശേഷം ദൈവത്തെ നമസ്കരിച്ചിട്ട് കട്ടിലോട്ട് ചേർന്ന് കിടന്ന് പിതാക്കന്മാരോട് ചേർന്നു. ഇങ്ങനെയുള്ളതാണ് നമുക്ക് അടയാളപ്പെടുത്താനുള്ളത്. ഹൃദയം കൊണ്ട് വായിക്കുന്നവർക്കറിയാം, നീതിമാന് അനർത്ഥങ്ങൾ അസംഖ്യം, അവ എല്ലാറ്റിൽ നിന്നും ദൈവം അവനെ വിടുവിക്കും. അപ്പോൾ ഹൃദയം കൊണ്ടുള്ള കാര്യങ്ങളും വേറെ വഴിയായിട്ടുള്ള കാര്യങ്ങൾ രണ്ടും നടക്കും. വേറെ വഴിയായി കയറുന്നവൻ എന്നത് നമ്മൾ സൂക്ഷിക്കണം. വേറെ വഴിയായി ഒരുവനും നമ്മുടെ ജീവിതത്തിൽ കയറരുത്. ഈ ചിന്താമണ്ഡലം വഴി ഒരുവനും കയറരുത്. പിശാച് ചിന്താമണ്ഡലത്തെ ഉപയോഗിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, എസക്കിയ ഫ്രാൻസിസ് എന്നൊരു ദേവദാസൻ പറഞ്ഞത്, ദൈവം ആത്മാവെന്ന നമ്മുടെ ആത്മാവെന്ന തേരിൽ യാത്ര ചെയ്യുന്നു, പിശാചോ നമ്മുടെ മനസ്സെന്ന തേരിൽ യാത്ര ചെയ്യുന്നു. ഇവർ രണ്ടുപേരും സഞ്ചരിക്കുന്നുണ്ട്. ദൈവം സഞ്ചരിക്കുന്നത് മനസ്സിലല്ല, ആത്മാവിലാണ്. അതുകൊണ്ട് കേൾക്കുന്ന വചനം മനസ്സിൽ ആയാൽ മാത്രം പോരാ, അത് വിശ്വാസമായി തീരണം. അപ്പോഴാണ് ഹൃദയത്തിൽ വരുന്നത്. കേൾക്കുന്ന വചനം മനസ്സിൽ അറിവിൽ കിടന്നാൽ പോരാ,
ചിന്തയിൽ കിടന്നാൽ പോരാ, ചിന്തിച്ചതിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോഴാണ് അത് വിശ്വാസമായി തീരുന്നത്. ഇന്നത് കേൾക്കുന്ന പലർക്കും അതൊരു വലിയ വ്യത്യാസമാകട്ടെ. അപ്പോൾ ആ വാക്യം ഞാൻ ഒന്നുകൂടി വായിക്കാം. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയൻ. യേശു വേറെ വഴിയായി വരില്ല. നാം തുറന്നു കൊടുത്താൽ മാത്രമേ കടക്കൂ. യേശു അനുവദിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വരൂ. പിശാച് അങ്ങനെയല്ല, ഒരു അനുവാദവും വേണ്ട. അവൻ എല്ലാ വഴിയിലും ഉടയും നമ്മുടെ ഉള്ളിൽ ചെന്ന് നമ്മുടെ ചിന്താ മണ്ഡലത്തെ കലക്കിക്കളയും. എങ്ങനെ ജീവിക്കും, എങ്ങനെ ഈ കല്യാണം വേണ്ടായിരുന്നു, ഈ പിള്ളേർ ജനിച്ച അന്ന് മുതൽ അനുഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇന്നാളെ ഒരു പ്രശ്നക്കാരൻ, പ്രശ്നം നോക്കുന്ന ആളാണ്, അയാൾ പറഞ്ഞു, അയാളാണ് ശരിക്കും പ്രശ്നക്കാരൻ. എന്താണ്? നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിയില്ലേ? ദൈവവചനം നോക്കുന്നതിന് പകരം പ്രശ്നക്കാരൻ്റെ അടുത്ത് പോയി. യേശു പ്രശ്നക്കാരനല്ല, പ്രശ്നം പരിഹരിക്കുന്നവനാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാവിയുണ്ടോ? ആകുല ചിന്തയോടെ പല കൈനോട്ടം, കൈരേഖ നോക്കുക. ഒരിക്കലും ഒരാൾ കൈരേഖ കൊണ്ടുപോയി കൈനോട്ടക്കാരൻ്റെ കൈ കാണിച്ചു, എനിക്ക് നല്ലൊരു ഭാവിയുണ്ടോ, എന്താണ് എൻ്റെ ഭാവി? അപ്പം അയാൾ പറഞ്ഞു, കൈനോട്ടക്കാരൻ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ണാടി വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, താങ്കൾ ഉടനെ തന്നെ കോളറ വന്ന് മരിക്കും. ഞെട്ടിപ്പോയി, എന്താണത്? അപ്പോൾ പറഞ്ഞു, കൈ കഴുകിയിട്ട് എത്ര ദിവസമായി മര്യാദക്ക്? കൈയൊക്കെ ഒന്ന് സോപ്പിട്ട് തേച്ച് കഴുകുക, അല്ലെങ്കിൽ ഈ കൈ കൊണ്ടൊക്കെ ഈ ഭക്ഷണം കഴിച്ചാൽ പിന്നെ കോളറയല്ലാതെ പിന്നെ എന്തുകൊണ്ട് മരിക്കും? കൈനോട്ടക്കാരൊക്കെ കയ്യെ നോക്കുന്നത് ഇങ്ങനെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ എല്ലാ നെഗറ്റീവിനെയും ജയിക്കും. കാരണം കർത്താവ് രാജാവാണ്. വാതുക്കൽ നിന്ന് മുട്ടി അകത്ത് കയറിയാൽ, കർത്താവിന് ആരെങ്കിലും ഒരു അവസരം ഉണ്ടാക്കിയാൽ പിന്നെ അവിടെ ഇരുന്നു കൊണ്ട് കർത്താവ് പ്രവർത്തിക്കും. എനിക്ക് അധിവസിക്കേണ്ടതിന് നിങ്ങളൊരു മന്ദിരം പണിയണം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൽ പറയുന്നു. അങ്ങനെ കർത്താവ് പറഞ്ഞതനുസരിച്ച് കർത്താവിൻ്റെ പ്ലാനിലാണ് ആ മന്ദിരം പണിതത്. അതിൽ യേശു വന്നിരുന്നു, ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ചു. അവർക്കൊന്നിനും മുട്ടില്ല, അവർക്ക് സ്വസ്ഥത, സമാധാനം. മരുഭൂമി യാത്രയിൽ പോലും അവർ വളരെയധികം സ്വസ്ഥതയും സമാധാനം അനുഭവിക്കുകയാണ്. ഇതാണ് കർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം. ആ കർത്താവ് കൈപ്പണിയായതിൽ വസിക്കുന്നില്ല എന്ന് ശലോമോൻ ആലയം പണിത് അന്ന് തന്നെ പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഒതുങ്ങാത്തവൻ നമ്മുടെ ഈ കൈപ്പണിയിൽ എങ്ങനെ വസിക്കും? അപ്പോൾ കൈപ്പണിയിലല്ല കർത്താവ് വസിക്കുന്നത്, ദൈവത്തിൻ്റെ പണിയിലാണ്. കർത്താവ് പതുക്കെ വന്ന് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് ഹൃദയ കവാടം തുറക്കാനായിട്ട് അവൻ നമ്മുടെ വാതിക്കൽ മുട്ടി. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല. വന്നു, എന്നാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. ഏറ്റവും വലിയ അധികാരം ദൈവമകനാകുന്നതാണ്. അപ്പോൾ യേശു നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മെ മക്കളും അവകാശികളുമാക്കാനാണ്. അപ്പോൾ യേശു വന്നു, അന്ന് മുതൽ നമ്മൾ എന്തായി മാറി? അവകാശികളാണ്. ഭൂമി നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു, സ്വർഗത്തിലും നമ്മൾ അവകാശികൾ. അബ്രഹാമിൻ്റെ മുഴുവൻ അനുഗ്രഹം നമുക്കുണ്ട്. സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിൽ നമ്മെ നിറച്ചിരിക്കുന്നു എന്ന് എഫേസ്യർ 1:3 പറയുന്നു. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിലൂടെ ജാതികൾക്ക്. അപ്പോൾ യേശു ഉള്ളിൽ വരുമ്പോൾ ജാതികളായിരുന്ന നമ്മിലേക്ക് ഈ അനുഗ്രഹം ഗലാത്യർ 3:14 പറയുന്നു. അപ്പൊ ഈ അനുഗ്രഹങ്ങളുടെ എല്ലാ സമ്മേളനമാണ് ഞാൻ. ഭൂമിയിലെ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളെയും
ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പാണ്ഡികശാല, ജോസഫിൻ്റെ പാണ്ഡികശാല മുഴുവനും ജീവനും സമൃദ്ധിയായിരുന്നു. ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ ജീവിക്കാനുള്ള ചേമ്പും കാച്ചിലും ചേനയും എല്ലാം അതിനകത്തായിരുന്നു. എന്നാൽ അത് തിന്നവരെല്ലാം മരിച്ചു. എന്നാൽ ഈ പാണ്ഡികശാലയിലുള്ളത് സമൃദ്ധിയായ ജീവനാണ്. എന്നാൽ ചിന്താമണ്ഡലം വേറെ വഴിയായി വരുന്നവൻ കള്ളനും കവർച്ചക്കാരൻ. മരണചിന്ത, പരാജയ ചിന്ത, നെഗറ്റീവ് കാര്യങ്ങൾ എല്ലാം കൊണ്ടുവരുന്ന ഈ തലച്ചോറാണ്. തലച്ചോറല്ല, തലച്ചോറൊരു സിസ്റ്റമാണ്. ഞാൻ പറയുന്ന ഹൃദയം എന്ന് പറയുന്ന ഒരു സംവിധാനമല്ല, ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. മനസ്സെന്ന് പറയുന്നത് തലച്ചോറല്ല, മനുഷ്യന്റെ ദേഹിയാണ്. ദേഹി, ദേഹം, ആത്മാവ്. യേശു വരുന്നത് നമ്മുടെ ആത്മാവിലും, പിശാച് വരുന്നത് നമ്മുടെ ദേഹിയിലെ, നമ്മുടെ മനസ്സിലാണ്. അവിടെയാണ് ചിന്തകളുമായി വരുന്നത്. രക്ഷിക്കപ്പെട്ടവർക്ക് ഇതുണ്ട്, എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കുമുണ്ട്. എന്നാൽ ക്രിസ്തുവേശുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. യേശു ക്രിസ്തുവിലുള്ളവർ ഈ കള്ളനെയും കവർച്ചക്കാരനെയും തിരിച്ചറിഞ്ഞ് അതിനെ ജയിക്കും. യേശുവിൻ്റെ വചനം നമ്മിൽ പ്രബലപ്പെട്ടാൽ മറ്റേതെല്ലാം ക്ഷയിച്ചു പോകും. ദാവീദിന്റെ കുടുംബവും ശൗലിന്റെ കുടുംബവും തമ്മിൽ വർഷങ്ങൾ യുദ്ധമുണ്ടായി. ശൗലിന്റെ കുടുംബം ക്ഷയിച്ചു വന്നു. ദാവീദിന്റെ കുടുംബമോ ബലപ്പെട്ട് മേൽക്കുമേൽ പ്രബലപ്പെട്ടു വന്നു. ഇതുപോലെ നമ്മുടെ ആത്മമനുഷ്യൻ മേൽക്കുമേൽ പ്രബലപ്പെടുമ്പോൾ നമ്മുടെ മാനസികമായ ജഡത്തിന്റെ പദ്ധതികൾ ക്ഷയിച്ചു പോകും. അങ്ങനെ ആത്മാവിൽ ചിന്തിക്കുന്നവരും ആത്മാവിൽ സ്തുതിക്കുന്നവരും സംസാരിക്കുന്നവരുമായി നാം ബലമുള്ളവരായി മാറും. ഈ മർമ്മങ്ങൾ തിരിച്ചറിയുന്നവർ ഇന്നു മുതൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ നോക്കുക. യേശുവുള്ള ഹൃദയം. നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ യേശുവുണ്ടോ? യേശുവിൻ്റെ ചിന്തകൾ, യേശുവിൻ്റെ വചനങ്ങൾ. യേശുവിൻ്റെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരല്ലോ എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവത്തിൻ്റെ ചിന്തകൾ, ആ ചിന്തകളിൽ നിറഞ്ഞു ജീവിക്കുവാൻ, ക്രിസ്തുവിൻ്റെ ചിന്തകളിൽ നിറഞ്ഞു ജീവിക്കുവാൻ യേശു കർത്താവ് കൂടുതൽ 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 കൃപ തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ രാജാവിന് നന്ദി. ഞങ്ങളെ നടത്തുന്ന കർത്താവിൻ്റെ ഓരോ ചിന്തകൾക്കായി നന്ദി. അതിന് വിരോധമായി ഞങ്ങളുടെ മനസ്സിൽ കയറാൻ നോക്കുന്ന കള്ളനും കവർച്ചക്കാരനുമായ പിശാചിൻ്റെ പദ്ധതികളെ തകിടം മറിക്കുന്നു. ഞങ്ങളുടെ നന്മകളെ മുടിച്ചു കളയാൻ നോക്കുന്നു, ഞങ്ങളിലുള്ള സന്തോഷത്തെ കവർച്ച ചെയ്യാൻ നോക്കുന്ന, ഞങ്ങളുടെ സ്വസ്ഥതയെ കെടുത്താൻ നോക്കുന്ന വേറെ വഴിയായി വരുന്ന പിശാചിൻ്റെ പ്രവർത്തികളെ ഞങ്ങൾ ശാസിക്കുന്നു. 24 മണിക്കൂർ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ചും ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവം ഇന്നു മുതൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ. സൗഖ്യങ്ങൾ മനസ്സിൽ നടക്കട്ടെ, ശരീരം സൗഖ്യമാകട്ടെ, സാമ്പത്തിക മേഖലകളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. എൻ്റെ മകനെ ക്രിസ്തുവേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെടുക എന്ന് വായിക്കുന്ന തിമോത്തിയോസിനോട് പൗലൂസ് പറയുന്ന പോലെ കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ശക്തിപ്പെടാം. വേറെ വഴിയായി കയറാൻ പിശാചിനെ അനുവദിക്കാതിരിക്കുക. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് കഴിഞ്ഞു. ഈ ഒരു ബലത്തിൽ ജീവിക്കാം. നാളെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗം രാവിലെ 8 മണിക്കുണ്ട്. 8 മണിക്ക് സഭായോഗത്തിന് ഇതുവരെ ഇവിടെ വരാത്തവരെ ക്ഷണിക്കുന്നു. മീറ്റിങ്ങിന് ശേഷം വ്യക്തിപരമായി എന്നെ കണ്ടിട്ടേ പോകാവൂ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.